ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതേ, ഞാനൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതെൻ്റെ പ്രേക്ഷകരെക്കാട്ടിലും കൂടുതൽ കാണേണ്ടത് എൻ്റെ ശത്രുക്കളാണ്. എന്ന് വെച്ചാൽ എൻ്റെ എനിമികളാണ് ഈ ഒരു വീഡിയോ കൂടുതലായിട്ട് കാണേണ്ടതുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ എനിമികളോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ ഒന്നെങ്കിൽ എന്നെ യൂട്യൂബിൻ്റെ അകത്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി വെക്കുക, അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ അകത്ത് ഫോളോ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് ഫോളോ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സപ്പിൻ്റെ അകത്ത് മെസ്സേജ് ചെയ്താൽ ഞാൻ ആ നമ്പർ സേവ് ചെയ്ത് വെച്ചോളാം. അപ്പോൾ ഞാൻ എന്തെങ്കിലും വീഡിയോസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എന്താ പറയുക ലിങ്ക് ഞാൻ വാട്സപ്പിൻ്റെ അകത്ത് നമ്മൾ സ്റ്റോറി ആയിട്ട് വെക്കാറുണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇത് പറയാൻ കാരണം എന്താണെന്നറിയോ? എനിക്ക് നിങ്ങൾക്കറിയാമല്ലോ, മിത്രങ്ങളെക്കാട്ടിലും കൂടുതൽ ശത്രുക്കളുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ശത്രുക്കൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ശത്രുക്കൾ എൻ്റെ വീഡിയോസ് എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ബെൽ ബട്ടൺ ഇട്ട് അമർത്തിയിട്ടുമില്ല. എന്നാലോ അതിന് റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഈ ആണ്ടുകൾക്കിപ്പുറം എന്ന് പറയാം. എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ജനുവരി 18-ാം തീയതിയായിരുന്നു കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ വീഡിയോ ആയിട്ട് ഇന്നൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തൊരു കഷ്ടമാണെന്ന് ഓർത്ത് നോക്കിയേ, ഇവരുടെയൊക്കെ ഒരു ഗതികേടെന്ന് ഓർത്ത് നോക്കിയേ. ജനുവരി 18-ാം തീയതി കഴിഞ്ഞ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ. അപ്പോൾ എൻ്റെ പൊന്നാര എനിമികളെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? നിങ്ങൾ ആദ്യം എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ്, ബെൽ ബട്ടൺ അമർത്തി വെക്കൂ. അപ്പോഴല്ലേ ഞാനിടുന്ന വീഡിയോസ് അപ്പം നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അല്ല വേണ്ട, ഫേസ്ബുക്കിൻ്റെ അകത്തോ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തോ ഒക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് വെക്ക്. എന്നാലേ നിങ്ങൾക്ക് അപ്പോൾ ഉള്ളത് കിട്ടുള്ളൂ. അല്ലാതെ ഇത് പൂരവും കഴിഞ്ഞ് പൂരപ്പറമ്പും കാലിയായി ആനയും പോയി ആന വണ്ടിയും പോയതിന് ശേഷം നിങ്ങൾ മറുപടി തന്നിട്ട് ആര് കേൾക്കാനും കാണാനുമാണ്? നിങ്ങൾക്കും കൂടി ഒരു വരുമാന മാർഗമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. പൂരം കഴിഞ്ഞതിന് ശേഷമല്ല പൂരത്തിനെക്കുറിച്ച് പറയേണ്ടത്. പൂരം നടക്കുന്ന സമയത്താണ് പൂരത്തിനെക്കുറിച്ച് പറയേണ്ടത്. ആ ഒരു കാര്യം നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാമല്ലോ എന്ന് കരുതി. എനിക്ക് കണ്ടപ്പോൾ ചിരിയാട്ടോ തോന്നിയത്. കാരണം എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ് ഒരാഴ്ചയുടെ പുറത്തിങ്ങ് കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എൻ്റെ വീക്ക്നെസ് എന്താണ് എന്നുള്ളതും ചോദിച്ചിട്ട് പറഞ്ഞിട്ടുമൊക്കെ ഓരോരുത്തർ വീഡിയോ ഇടുന്നത്. എന്തൊരു കാര്യമല്ലേ! ചിരിച്ചിട്ട് നമുക്ക് എന്താ പറയുക, ചിരിക്കുക എന്നല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല അവിടെ. അപ്പോൾ എനിമികളോട് എനിക്ക് പറയാനുള്ളത്, ഒരു എനിമി എൻ്റെ പേര് സേവാട്ടോ. ഞാൻ ആ എനിമിയുടെ പേരും സേവാണ്. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല. ഞാനിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ ലിങ്ക് മൂപ്പത്തി കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വേറൊരു എനിമി കാര്യമായിട്ട് എന്നെ ഫോക്കസ് ചെയ്തിട്ട് എന്നെ വെച്ചുകൊണ്ട് അവൾക്ക് 2ഉം 4ഉം ചാനൽ റീച്ച് ഉണ്ടാക്കുക എന്നുള്ള ചിന്താഗതിയായിട്ട് നടക്കുക. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, എല്ലാ പൂരവും കഴിഞ്ഞ് പൂരപ്പറമ്പും കാലിയായതിന് ശേഷമാണ് ഇവർ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ എനിക്കറിയാം ഇവരെന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇവരെന്നെ ഫോളോ ചെയ്തിട്ടോ ഒന്നുമില്ല എന്നുള്ളത് എനിക്ക് അപ്പോഴേ മനസ്സിലാവുന്നൊരു കാര്യമാണ്. നിങ്ങൾക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്താക്കുക, നിങ്ങളുടെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് ഫോളോ ചെയ്യാതെ നിങ്ങളൊരു ഫേക്ക് അക്കൗണ്ടെങ്കിലും ഉണ്ടാക്കിയിട്ട് അതൊന്ന് ഫോളോ ചെയ്യുക. അല്ലെ ഡെയിലി എൻ്റെ വീഡിയോസ് എടുത്ത് നോക്ക്. എന്നാലേ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിന് മറുപടി കൊടുക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മറുപടി കൊടുത്തിട്ട് ഒരു കാര്യമില്ലാത്തൊരു സംഭവമാണ്. ഒരു കാര്യമില്ലാത്ത കാരണത്തിന് നിങ്ങളിങ്ങനെ മറുപടി കൊടുത്തിട്ടൊരു കാര്യമില്ല. അപ്പോൾ എനിക്ക് ചിരി വന്നതുകൊണ്ട് മാത്രം ഞാനൊരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ. പിന്നെ എൻ്റെ കോലം കണ്ടിട്ട് നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട. എനിക്ക് വെല്ലുവിളി ഉണ്ടായിരുന്നു, പൊട്ടുകുത്തിയും സിന്ദൂരം തൊട്ടിട്ടൊക്കെ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ രാവിലെ അങ്ങാണ്ടും കുത്തിയ പൊട്ടും സിന്ദൂരവുമാണ്. അപ്പം ഞാൻ കരുതി അത് മായുന്ന സമയത്ത് മായട്ടെ. കാരണം സിന്ദൂരം മായ്ക്കാൻ ആർക്കായാലും ഈ ഹൈന്ദവ വിശ്വാസപ്രകാരം സിന്ദൂരം ആരും മായ്ക്കാറില്ല. അപ്പം എനിക്ക് ആ ഹൈന്ദവ വിശ്വാസത്തിൽ നിന്നല്ല, ഞാൻ എല്ലാ മതത്തിലും വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ മായ്ക്കുന്നില്ല, അത് മായുന്ന സമയത്ത് മായ്ഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിത് മായ്ക്കാതെ അവിടെ തന്നെ നിൽക്കുന്നത്. എന്തൊക്കെയായാലും ദീർഘസുമംഗലി ഭവ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും തൊടുന്നൊരു സംഭവമല്ലേ.
ആ ഒരു സംഭവത്തെ ഞാൻ കളിയായിട്ടും തമാശയായിട്ടും കണ്ടിട്ട് അത് ഞാനായിട്ട് മായിച്ചെടുക്കുന്നത് ശരിയുള്ള കാര്യമല്ലല്ലോ. എൻ്റെ ജീവിതവും കൂടിയാണല്ലോ. എൻ്റെ താലി സംരക്ഷിക്കുക എന്നുള്ളത് എൻ്റെയും കൂടി ഉത്തരവാദിത്തമല്ലേ. അപ്പോൾ അത് മായുന്ന സമയത്ത് മാഞ്ഞോട്ടെ. ഇനിയിപ്പം അതിപ്പോൾ പുറത്തിപ്പോൾ ഒരാളിപ്പോൾ വന്ന് കണ്ട് നീ എന്താണ് പൊട്ടുകുത്തിയത് സിന്ദൂരം തൊട്ടത് എന്ന് എന്നോട് ചോദിക്കാൻ ഗഡ്സുള്ള ആൾക്കാരും എൻ്റെ കുടുംബത്തിലും എൻ്റെ നാട്ടിലും ഇല്ല എന്നുള്ളൊരു വിശ്വാസക്കാരിയാണ് ഞാൻ. അപ്പം അങ്ങനെയാണ്. അതുകൊണ്ടാണ് എന്നെ ഈ ഒരു വേഷത്തിൽ നിങ്ങൾ കാണുന്നത്. അപ്പം ഞാൻ ഇങ്ങനൊരു വീഡിയോ കണ്ട സമയത്ത് ഒരു റിയാക്ഷൻ വീഡിയോ കൊടുത്തേക്കാമെന്ന് കരുതി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകുന്നത് വളരെ കുറവാണ്. കാരണം എന്താ വെച്ചാൽ വർക്ക് ഒരുപാട് പെൻഡിങ്ങിലുണ്ട്. ഒരുപാട് 2026 2025 നോക്കിയിട്ട് നമ്മൾ കമ്പയർ ചെയ്യാച്ചാൽ 2026 ജനുവരി ഇങ്ങോട്ടായപ്പോഴേക്കും എനിക്ക് ഈ ഒരു വർഷം കൊടുക്കാനുള്ള ഫോട്ടോ എന്ന് പറഞ്ഞതിൻ്റെ മാതിരി അത്രമേൽ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ സ്ഥിരം എൻക്വയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് തീർത്തിട്ട് നമുക്ക് യൂട്യൂബിൽ നിന്നും വരുമാനം കിട്ടുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഫേസ്ബുക്കിൽ നിന്നും വരുമാനം കിട്ടുന്നുണ്ട്, അതും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നാൽ പോലും അതിനേക്കാട്ടിലൊക്കെ നമുക്ക് വരുമാനത്തിനേക്കാട്ടിലും ഞാനൊരു മുൻഗണന കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വരയിലേക്കാണ്. വരയും വരുമാനവും രണ്ടും രണ്ടാണ് എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ഞാൻ വരയിലേക്കാണ് മെയിനായിട്ട് മുൻഗണന കൊടുക്കുന്നത്. അപ്പോൾ ആ വര ഫിനിഷ് ചെയ്ത് തീർത്ത് അതൊന്ന് കൊറിയർ ചെയ്ത് കൊടുക്കുമ്പോൾ ഓരോരുത്തർക്കും കൊടുത്ത് അവരുടെ കയ്യിലെത്തി എന്ന് പറയുമ്പോഴാണ് എനിക്കൊരു സമാധാനമാവുന്നത്. അതുവരെ കിടന്ന് ഹാർഡ് വർക്ക് ചെയ്യുക എന്നല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് വീഡിയോസ് ഇപ്പോൾ പലതും കുറഞ്ഞ് വരുന്നത്. ഞാൻ ഫേസ്ബുക്കിൻ്റെ അകത്ത് നമുക്ക് മന്ത്ലി ഇത്ര വീഡിയോ ഇടണം എന്നൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ യൂട്യൂബിൻ്റെ അകത്ത് മോണിറ്റേഷൻ ഫേസ്ബുക്കിൻ്റെ അകത്ത് മോണിറ്റേഷൻ കിട്ടുന്നതിന് മുമ്പ് യൂട്യൂബിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഫേസ്ബുക്കിൻ്റെ അകത്ത് ഇടുന്നത്. കാരണം യൂട്യൂബിൻ്റെ അകത്ത് റീച്ച് വളരെ കുറവാണ്. പക്ഷേ ഫേസ്ബുക്കിൻ്റെ അകത്ത് അങ്ങനെയല്ല, നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവരോട് ഒന്ന് കണ്ടോട്ടെ എന്ന് കരുതിയിട്ട് അത് റീപോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഉള്ള ഓപ്ഷൻ. അപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നല്ലാതെ പിന്നെ മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് വരയിലാണ് കേട്ടോ. ഞാൻ ഇപ്പോഴും വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വരച്ച് ഫോട്ടോ ഉണങ്ങാൻ വെച്ചതിന് ശേഷമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോയ സമയത്താണ് ഞാനിങ്ങനെ ഒരു വീഡിയോ കാണുന്നത്. അപ്പോൾ കണ്ട സമയത്ത് അതിനൊരു മറുപടി, അതിനുള്ളൊരു സൊല്യൂഷൻ ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കണ്ടേ? എൻ്റെ എനിമികളല്ലേ അവരുള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ജീവിച്ച് പോകുന്നത്. അതുകൊണ്ട് അവർക്കൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാമെന്ന് കരുതിയിട്ട് ഒരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. പൂരവും കഴിഞ്ഞ് പൂരപ്പറമ്പും കാലിയായിട്ടല്ല പൂരത്തിനെക്കുറിച്ച് സംസാരിക്കേണ്ടത്. പൂരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ സംസാരിക്കണം എന്ന് പറയുമ്പം ഈ പൂരം നടക്കൽ എവിടെയാണ്? തൃശ്ശൂർ. തൃശ്ശൂർ ഉള്ള ആരെങ്കിലും എനിക്ക് എനിമീസ് ഉണ്ട് അവർക്ക് അങ്ങ് മനസ്സിലായിക്കോളും. ഇത് ചിലപ്പോൾ അയാൾ കാണുന്നത് ഒരു ആഴ്ചയോ 2 ആഴ്ചയോ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ആയിരിക്കും ഇതിനൊരു മറുപടിയായിട്ട് വരിക. എന്ത് ചെയ്യാനല്ലേ? അപ്പോൾ ഓരോരുത്തരുടെ അവസ്ഥ ഓർത്തിട്ട് എനിക്ക് ചിരി വരിക ചെയ്യുന്നത്. ജീവിച്ച് പോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കോപ്രായങ്ങൾ കിട്ടുന്ന ആൾക്കാരാണല്ലേ നമ്മുടെ ഈ സമൂഹത്തിലുള്ളത്. പറഞ്ഞിട്ടൊരു കാര്യമില്ല. അവരവർക്ക് പറ്റുന്ന കോപ്രായങ്ങൾ കാണിക്കട്ടെ. നമ്മൾ നമ്മളെ രീതിയിൽ ജീവിക്കാം. നമ്മൾ ആർക്കും ഉപദ്രവം ചെയ്യുന്നില്ലല്ലോ, നമ്മൾ ആരെയും ഉപദ്രവിക്കുന്നില്ലല്ലോ, ആരോടും കൊട്ടും മോഷ്ടിച്ചിട്ടും അല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ ടെൻഷനാവുന്നത്? അത്രമാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്വന്തം എന്ന് പറയുന്നില്ല, നിങ്ങളെ സ്വന്തം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ കമൻ്റ് ഇടുക ആരുടെ സ്വന്തം എന്ന്. അപ്പോൾ അങ്ങനെ ഒരു വാക്ക് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. ടാറ്റാ.